വെൽക്കം ടു ലേൺ വൈസ്. നമ്മൾ ഇന്ന് നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ സിലബസ് ഡീകോഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് BA സോഷ്യോളജിയിലെ സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിന്റെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മൾക്ക് ഓരോ സബ്ജക്റ്റിലും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പ്രോഗ്രാം കംപ്ലീഷൻ, അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളും ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്യുന്ന സെഷനാണ് ഇന്നത്തേത്. സോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് എൻ്റെ പേര് വാണി എന്നാണ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ അക്കാഡമിക് മെന്റർ ആണ്. എൻ്റെ കൂടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് സോഷ്യോളജിയിലെ മെന്റർ ആയിട്ടുള്ള ഷമീറ മാം ഉണ്ട്. കൂടാതെ തന്നെ റെക്കോർഡിംഗ് സപ്പോർട്ടിനായിട്ട് നസ്ല മാമും ഉണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഞാൻ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഷമീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു. താങ്ക് യു വാണി. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്ജക്റ്റിന്റെ ഡീകോഡിങ്ങിലോട്ടേക്കും മാപ്പിങ്ങിലോട്ടേക്കും പോവാം. സോ നമുക്കറിയാം, നമ്മൾ 8 പേപ്പേഴ്സ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ നമുക്ക് 10 പേപ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. സോ ഈ കാണുന്ന നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലെ, സ്ക്രീനൊക്കെ വിസിബിൾ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പം ഇതിൽ കാണാൻ വേണ്ടി പറ്റും, ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ 10 എണ്ണമാണ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതുന്ന സമയത്ത് സെലക്ട് ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ സോഷ്യോളജി ഉണ്ട്, സോഷ്യോളജി ഓഫ് റിലീജിയൻ, എല്ലാത്തിൻ്റെയും ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് മെയിൻ ആയിട്ട്. കുറച്ചും കൂടുതലായിട്ട് കോർ സബ്ജക്റ്റിലോട്ടേക്കാണ് സെക്കൻഡ് ഇയറിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോഷ്യോളജി ഓഫ് ജെൻഡർ ഉണ്ട്, ഇക്കണോമിക് സോഷ്യോളജി ഉണ്ട്, സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് ഉണ്ട്, സോഷ്യോളജി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ കുറച്ചും കൂടി നമുക്ക് BAFS ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഗവേണൻസ്, അങ്ങനെ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് കോർ സബ്ജക്ട് കൂടാതെ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോർ ആയിട്ടുള്ള സബ്ജക്ട് കൂടാതെ കുറച്ചുകൂടി എൻഹാൻസ്മെന്റ് ചെയ്യാനുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇമോഷണൽ ഇന്റലിജൻസ്, ഗവേണൻസ്, സൈക്കോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്കൂൾ സൈക്കോളജി, മാനേജിംഗ് സ്ട്രെസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽ, ഇതൊക്കെ ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഐ മീൻ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും അതേപോലെ വാല്യൂ ആഡഡ് നോട്ട്സും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഈ പറഞ്ഞതൊക്കെയും. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, സെക്കൻഡ് ഇയറിലോട്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, ഏതൊക്കെ പേപ്പേഴ്സ് ആണ് നിങ്ങൾ എടുക്കാൻ ഓക്കെ ആയിട്ടുള്ളത്, അതേപോലെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, മെറ്റീരിയൽസ് ഓൺലി പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ സിലബസ് മാപ്പിംഗിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം BA സോഷ്യോളജിയിലെ BAFSO ഉണ്ട്, BASOH ഉണ്ട് അല്ലെ. 4 കോർ പേപ്പേഴ്സ് ആണ് BAFSOയിലൊക്കെ 4 ഇയേഴ്സ് ഡിഗ്രിയിലൊക്കെ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2. അപ്പം BASOH എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്. പക്ഷെ BFSOയിൽ വരുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലോട്ടേക്കാണ് ഈ പേപ്പേഴ്സിന് നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളത്. സോ BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 2, BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് 2, അതേപോലെ BSOC 111 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 1, അതൊരു കമ്പൽസറി കോഴ്സ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. BSOC 113 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് പാർട്ട് 2. ഇത്രയാണ് സെക്കൻഡ് ഇയേഴ്സിലുള്ള BAFSകാർക്ക്, BSOH അല്ല, അവർക്കുള്ള 4 കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നുള്ളത്. സോ നമ്മള് BFSOന്റെ ഒരു മൈനർ കോഴ്സ് ആയിട്ട് പറയുന്നുള്ളത് സൈക്കോളജി ആണ്. ചൂസ് 1 മൈനർ സബ്ജക്ട് അല്ലെ. നമുക്കറിയാം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മളിപ്പോഴും മൈനർ സബ്ജക്ട് ആയിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. BPCM 161 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി, അതേപോലെ BPCM 162 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പഠിക്കേണ്ടത്. സൈക്കോളജിയിൽ 2 പേപ്പേഴ്സ് കൊടുക്കും, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ മൈനർ കോഴ്സ് ആയിട്ട് എടുക്കുന്നുള്ളത്. അതേപോലെ നമ്മളിപ്പം സിലബസ് മാപ്പിംഗിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി നമുക്ക് പഠിക്കാനുണ്ട്. BSOC 105 ബ്ലോക്ക് വൈസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ കറണ്ട് ഡിബേറ്റ്സിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് സോഷ്യോളജിയുടെ ഒരു എന്താ പറയാ സിലബസിനെ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ബ്ലോക്ക് 1ൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി, അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ
കോൺസെപ്ച്വൽ ഒരു ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഫസ്റ്റ് ബ്ലോക്കിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് പൊളിറ്റിക്സ്, എന്താണ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്സ് തമ്മിലുള്ള റിലേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ബ്ലോക്കിലാണ് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 1 പോളിറ്റി ആൻഡ് സൊസൈറ്റി, അതേപോലെ സെക്കൻഡ് യൂണിറ്റ് പൊളിറ്റിക്കൽ സോഷ്യോളജി, അതിന്റെ നേച്ചർ എന്താണ്. നമ്മൾ വെറും സോഷ്യോളജി മാത്രം പഠിച്ചാൽ പോരാ അല്ലെ, പല രീതിയിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. സോ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ്, കോൺസെപ്ച്വൽ ബ്രേക്ക് ഡൗൺ എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ സെക്കൻഡ് യൂണിറ്റിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. സെക്കൻഡ് ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റുകൾ, സ്റ്റേറ്റ് എന്ന് പറയാം, നമ്മൾ ഇതിന്റെയൊക്കെ പാർട്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതിന്റെ പല വേർഡ്സും നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള വേർഡ്സ് ആണ്. സോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ, അതോറിറ്റി, ഇതൊക്കെ നമ്മൾ ബ്യൂറോക്രസി എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. വെബറിന്റെ ഒക്കെ ആദ്യത്തെ ക്ലാസിക്കൽ സോഷ്യോളജി, മോഡേൺ സോഷ്യോളജി ഒക്കെ പഠിച്ച സമയത്ത് തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പവർ, അതോറിറ്റി, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്, ഇതിന്റെ ഒറിജിൻ എന്താണ്, അതും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതേപോലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ ഗവൺമെന്റ് അല്ലെങ്കിൽ പിന്നെ ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് 5 കവർ ചെയ്യുന്നുള്ളത്. അതേപോലെ ഗവൺമെന്റാലിറ്റിയും കൂടി ഇതിൽ കമ്പൈൻ ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ഇലൈറ്റ്സ്, റൂളിംഗ് ക്ലാസ്, മാസസ്, ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. കാൾ മാർക്സിന്റെ കോൺസെപ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ വിൽഫ്രെഡോ പെരേറ്റോന്റെ ഒക്കെ കോൺസെപ്റ്റുകളാണെങ്കിലും എലീറ്റ്, റൂളിംഗ് ക്ലാസ്, മാസ്, അങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. സോ അതൊക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജിന്റെ അണ്ടറിലോട്ടേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു പേപ്പറിൽ ട്രൈ ചെയ്യുന്നുള്ളത്. ആൻഡ് തേർഡ് ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് സെഗ്മെന്ററി, ടോട്ടലിറ്റേറിയനിസം, അതേപോലെ ഡെമോക്രാറ്റിക് അല്ലെ. ഡെമോക്രാറ്റിക് ഒക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾക്ക് അതിന്റെ പാർട്ട് ആയതുകൊണ്ട് നമുക്ക് എഴുതാനും അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫോർത്ത് ബ്ലോക്കിലോട്ടേക്ക് വരുന്ന സമയത്ത് എവറിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ. പവർ എന്ന് പറയുന്നത് നമ്മൾ എവറിഡേ ലൈഫിലോട്ടേക്ക് വരുന്ന സമയത്ത് അതിന് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഫോർത്ത് ബ്ലോക്കിലാണ്. സോ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് എന്താണ്, ഇന്ത്യയിലുള്ള സൊസൈറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ 10th യൂണിറ്റിലാണ് കവർ ചെയ്യുന്നുള്ളത്. അതേപോലെ യൂണിറ്റ് 11 ലോക്കൽ സെൽഫ് ഗവേണൻസ് അല്ലെ, ഇതിന്റെ പാർട്ടാണ്. നമുക്കറിയാം ഒരു എന്താ പറയാ 73rd 74th അമെന്റ്മെന്റിനൊക്കെ ശേഷമൊക്കെ നമ്മൾ ഈ ഒരു ലോക്കൽ സെൽഫ് ഗവേണൻസിന്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനൊക്കെ അണ്ടറിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാനും എക്സാമ്പിൾസ് വെച്ച് എഴുതാനും നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ യൂണിറ്റ് 12 വരുന്ന സമയത്ത് സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ്. സ്വാഭാവികമായിട്ട് ഒരു ഡെവലപ്മെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററീസ് ഉണ്ടാവും. സോ അതൊക്കെ യൂണിറ്റ് 12 കവർ ചെയ്യുന്നുള്ളത്. അതേപോലെ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്നുള്ള ഒരു പേപ്പറിലോട്ടേക്ക് എത്തുന്ന സമയത്ത് BSOC 106 എത്തുന്ന സമയത്ത് നമ്മൾ ഈ പൊളിറ്റിക്സ് പോലെ തന്നെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇതിനെങ്ങനെയാണ് സോഷ്യോളജിയിൽ കണക്ട് ചെയ്യുന്നുള്ളത്, ഇതെങ്ങനെയാണ് സോഷ്യോളജി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന പേപ്പറിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നോ ശ്രമിക്കുന്നുള്ളത്. ബ്ലോക്ക് 1 എടുത്ത് നോക്കുവാണെങ്കിൽ ഫോർമുലേറ്റിംഗ് റിലീജിയൻ അല്ലെ. റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയിൽ ഫസ്റ്റ് കണക്റ്റഡ് ആവുക ഇമാനുൽ ഡർക്കീം എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റിനാണ്. സോ എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ്. എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി പഠിക്കുന്ന സ്റ്റുഡൻസിന് ആദ്യം ഓർമ്മ വരേണ്ട ഒരു ടേം എന്ന് പറയുന്നത് എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. സോ യൂണിറ്റ് ഫസ്റ്റിൽ അതാണ് പറയുന്നുള്ളത്. സെക്കൻഡ് യൂണിറ്റിൽ അസെറ്റിസം, അതേപോലെ അക്യുമുലേഷൻ, എന്താണ് റിലീജിയൻ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കണോമി ആൻഡ് പവർ, നമ്മുടെ ഒരു കറണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അല്ലെ. കാശുള്ളവനും അതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളവനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, കാശില്ലാത്തവനും റിലീജിയസ് കോൺസെപ്റ്റും ഉള്ളവനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് യൂണിറ്റ് സെക്കൻഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത്. അതേപോലെ തേർഡ് യൂണിറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ റാഷണാലിറ്റി, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് സ്റ്റേറ്റ്. റാഷണാലിറ്റി നമുക്കറിയാം, യുക്തി എന്നുള്ളൊരു ലോജിക് പരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റിലീജിയൻ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് തേർഡ് യൂണിറ്റിലാണ്. ആൻഡ് വിൻ കമ്മിങ് ടു ദ എന്താ പറയുക യൂണിറ്റ് 4 എടുക്കുന്ന സമയത്ത് തിയോഡിസി ആൻഡ് എഷറ്റോളജി, അതേപോലെ മാജിക്, സയൻസ്, റിലീജിയൻ, നമുക്ക് ഒരുപാട് തിയറിസ്റ്റുകളൊക്കെ ഉണ്ട് ഈ മാജിക്കിനെ പറ്റിയിട്ടും സയൻസിനെ പറ്റിയിട്ടും റിലീജിയനെ പറ്റിയിട്ടൊക്കെ കുറെ ടോട്ടമിസം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തിയറിസ്റ്റുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് സോഷ്യോളജിയിൽ. സോ ഇതൊക്കെ പറയുന്നത് ഫോർത്ത് യൂണിറ്റിലാണ്. ആൻഡ് ബ്ലോക്ക് സെക്കൻഡിൽ എത്തുന്ന സമയത്ത് എലമെന്റ്സ് ഓഫ് റിലീജിയൻ. എലമെന്റ്സ് ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോൾ
സേക്രഡ്, മിത്ത്, റിച്വൽസ്, സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിലീജിയൻ. എന്താണ് ഒരു റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ബാക്കിൽ എന്തൊക്കെയാണുള്ളത്, ഏത് രീതിയിലാണ് നമ്മൾ ആ റിലീജിയനെ കാണേണ്ടത് എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 5 പറയേണ്ടത്. ആൻഡ് 6th യൂണിറ്റിൽ ബോഡി ലൈഫ് സൈക്കിൾ റിച്വൽസ്. നമ്മളൊരാൾ ജനിക്കുന്നു അല്ലെ, നമ്മൾ ഈ പറയുന്ന ബർത്ത് ടു ഗ്രേവ് യാർഡ് വരെയുള്ള സിസ്റ്റത്തിൽ റിലീജിയന്റെ പങ്ക് എന്താണ് എന്നുള്ള രീതിയാണ്. അതിൽ നമ്മുടെ ഒരു ബോഡിക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് 6th യൂണിറ്റിൽ കവർ ചെയ്യുന്നുള്ളത്. 7th യൂണിറ്റിൽ പ്രെയർ, പിൽഗ്രിമേജസ് ആൻഡ് ഫെസ്റ്റിവൽസ്. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ, നമുക്ക് റിലീജിയൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണല്ലോ. സോ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് സിലബസിൽ കവർ ചെയ്ത് പോകുന്നുള്ളത്. അതേപോലെ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള കൾട്ടാണ് അവർ ഫോളോ ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 8th യൂണിറ്റിൽ കവർ ചെയ്യുന്നുള്ളത്. ആൻഡ് 9th യൂണിറ്റ് എത്തുന്ന സമയത്ത് റിലീജിയസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടി കുറച്ച് കണ്ടംപററി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിലീജിയസ് മൂവ്മെന്റ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു മെജോറിറ്റി ആൾക്കാർ വരുന്ന കുറച്ച് റിലീജിയൻസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതുകൂടാതെ കുറച്ച് മൈനോറിറ്റി ആയിട്ടുള്ള റിലീജിയൻസ് ഉണ്ട്, അവരും അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിലബസ് കൺവേ ചെയ്യുന്ന സമയത്ത്. സോ 10th യൂണിറ്റിൽ വരുന്നത് റിലീജിയൻ ആൻഡ് സോൾട്ടിറ്റ്യൂഡ്, അതായത് ഭക്തി, സൂഫിസം, ഇതൊക്കെ എന്താണ്, റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്താണ്. ഫോർ എക്സാമ്പിൾ ഒരുപാട് റിഫോം മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബുദ്ധിസം, ജൈനിസം, സിക്കിസം, അങ്ങനെ ഒരുപാട് മെജോറിറ്റി അല്ലാത്ത വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ഇന്ത്യയിൽ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെയാണ് 11th യൂണിറ്റിൽ കവർ ചെയ്യുന്നുള്ളത്. ആൻഡ് 12th യൂണിറ്റിൽ ന്യൂ ഏജ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. ആൻഡ് വെൻ കമ്മിങ് ടു ദ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് BSOC 107 സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറിൽ കവർ ചെയ്യുന്നുള്ളത്. നമുക്കറിയാലോ, നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നുള്ളത്, നമ്മളൊരു ബൈനറി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിക്കുന്നുള്ളത്. അപ്പോൾ അവിടെ, അതായത് ആണ് പെണ്ണ് എന്നുള്ളൊരു സ്വത്തം മാത്രമാണ് എന്നൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. സോ അവിടെ എന്താണ് ശരിക്കും ജെൻഡർ എന്ന് പറഞ്ഞാൽ, ബൈനറി കൺസ്ട്രക്റ്റഡ് ആണോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടേക്ക് ഉണ്ടോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറിലാണ്. എന്താണ് ജെൻഡർ, അല്ലെങ്കിൽ ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കറിയാലോ, ഇപ്പൊ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതൊരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നുള്ളത് യൂണിറ്റ് 1 2nd യൂണിറ്റ് എത്തുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ഓഫ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിനിറ്റി. എന്താണ് മാസ്കുലിനിറ്റി, ഒരാള് ജനിച്ച മുതൽ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നുള്ളത്, അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്താണെന്നുള്ള കാര്യങ്ങൾ 2nd യൂണിറ്റിലാണ് ഈ പേപ്പറിൽ കവർ ചെയ്യുന്നുള്ളത്. ആൻഡ് 3rd യൂണിറ്റ് എത്തുന്ന സമയത്ത് എംപവർമെന്റ് ആൻഡ് ജെൻഡറിന്റെ ഒരു എംപവർമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത്. അതേപോലെ ഇന്റർസെക്ഷനാലിറ്റി, റേസ്. അപ്പം നമുക്കറിയാം, പല രീതിയിലും നമ്മളിപ്പോൾ ഇനീക്വാലിറ്റി ഒക്കെ പറയുന്ന സമയത്ത് ഡബിൾ ബേർഡൻ ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മളൊരു പെൺകുട്ടികളായതുകൊണ്ട് മാത്രം കഷ്ടപ്പാട് അങ്ങനെയല്ല, അതിന്റെ ഒരുപാട് ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവര് ഉള്ള റേസ് ഏതാണ്, അവരുടെ എത്തനിസിറ്റി ഏതാണ്, അവരുടെ കാസ്റ്റ് ഏതാണ്, അതൊക്കെ കൊണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് ഇനീക്വാലിറ്റി ആവുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മളൊരു ഡബിൾ ബേർഡൻ എന്ന് പറയും, ഒരു കാരണം കൊണ്ട് മാത്രമല്ല, റേസ് കാരണം കൊണ്ടും, റേസും അതേപോലെ സ്ത്രീ ആയതുകൊണ്ടും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ട്രിപ്പിൾ ആയിട്ടുള്ള, ഡബിൾ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയാ ടേംസ് ഒക്കെ കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതൊക്കെ ഇന്റർസെക്ഷനാലിറ്റി കോൺസെപ്റ്റിലാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുന്നുള്ളത്. ആൻഡ് 5th യൂണിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫാമിലി, അതിൽ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടി അല്ലെ. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമുക്കറിയാലോ, ആൺകുട്ടികൾക്ക് ഇത്ര സ്ഥലം വിധിച്ചു കൊടുക്കണം, പെൺകുട്ടികൾക്ക് ഇത്ര സ്ഥലം വിധിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു ഡിവൈഡ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡിവിഷൻസ് ഒക്കെ എങ്ങനെയാണ്, ആൾക്കാർക്ക് സ്വത്ത് വിതരണം എങ്ങനെയാണ്, അതിൽ ജെൻഡർ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് എന്താണ്. അതേപോലെ സെക്ഷൽ ഡിവിഷൻസ്, ആൺകുട്ടികൾ പുറത്ത് ബ്രെഡ് വിന്നേഴ്സ് ആയിട്ട് പോകണം, അതേപോലെ സ്ത്രീകൾ എപ്പോഴും വീട്ടിലെ നർച്ചറിങ്ങും അല്ലെങ്കിൽ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടൊക്കെ മാത്രം ഒതുങ്ങണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂണിറ്റ് 5 കവർ ചെയ്യുന്നുള്ളത്. ആൻഡ് വെൻ കമ്മിങ് ടു ദ പാർട്ട് യൂണിറ്റ് 6 എത്തുന്ന സമയത്ത് ജെൻഡർ ആൻഡ് വർക്ക്. നമുക്കറിയാം, വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനീക്വാലിറ്റി, പേയിൽ നമുക്ക് ഇനീക്വാലിറ്റി കൊടുക്കുന്നുണ്ടോ, രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നായിട്ടും, ആണും പെണ്ണും ചെയ്യുന്ന ജോലി ഒന്നായിട്ടും ചിലപ്പം എന്താ പറയാ പേയ്മെന്റിൽ ഇനീക്വാലിറ്റി ഉണ്ടോ, ആ ഒരു വർക്കിൽ ഉണ്ടാവുന്ന ഇനീക്വാലിറ്റിനൊക്കെ പറ്റിയിട്ടാണ് യൂണിറ്റ് 6 കവർ ചെയ്യുന്നുള്ളത്. അതേപോലെ 7th യൂണിറ്റിൽ എത്തുന്ന സമയത്ത് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. അതിലും നമ്മളിപ്പം ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസ് എടുത്ത് നോക്കിയാൽ, പണ്ടത്തെ നമ്മൾ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഒരുപാട് മാറിയിട്ടുണ്ട്. സോ ആ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെയാണ് യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നുള്ളത്. 8th യൂണിറ്റില്
ജെൻഡർ, പവർ, സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ഇതിൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ജേർണി എങ്ങനെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 8 പറയുന്നുള്ളത്. ആൻഡ് യൂണിറ്റ് 9 സെക്ഷുവൽ വയലൻസിനെ പറ്റിയിട്ടും അതിന്റെ മൂവ്മെന്റ്സിനെ പറ്റിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 10th യൂണിറ്റിൽ വിമൻ മൂവ്മെന്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ, അതിന്റെ റൂട്ട്സ്, ലൈക്ക് ഒരുപാട് ഫെമിനിസം ഒക്കെ ഉണ്ട്, ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. സോ ആ മൂവ്മെന്റ്സ്, ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം, തേർഡ് വേവ് ഫെമിനിസം, ആ ഒരു രീതിയിലോട്ടേക്കാണ് യൂണിറ്റ് 10 കവർ ചെയ്യുന്നുള്ളത്. ആൻഡ് 11th യൂണിറ്റിൽ കണ്ടംപററി വിമൻസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ 1950 മുതൽ 2000 വരെയുള്ള കണ്ടംപററി വിമൻ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് എന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 12 റാദർ ദാൻ ദിസ് ക്യൂർ മൂവ്മെന്റ്സിനെ പറ്റിയിട്ടും പറയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ ബൈനറി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള വേൾഡ് ആണോ, അതോ കുറച്ചും കൂടി നമ്മളെ ക്യൂർ എഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ടേക്ക് സൊസൈറ്റി മാറിയിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് 12 LGBTQIA+ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലബസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക് സോഷ്യോളജി ആണ്, BSOC 108 അല്ലെ. നമുക്ക് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ളത്. സോ നമുക്കറിയാം ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നുള്ളതും വളരെ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പറാണ്. സോ വെൻ കമ്മിങ് ടു ബ്ലോക്ക് 1 എടുത്ത് നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമിക് സോഷ്യോളജി, സൊസൈറ്റി എന്താണ്, കൾച്ചർ എന്താണ്, ഇക്കണോമി എന്താണ് എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ് ഒക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യുന്നുള്ളത്. സെക്കൻഡ് യൂണിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫോർമലിസം, സബ്സ്റ്റാൻറ്റിവിസം, ഇതൊക്കെ ഇക്കണോമിക് സോഷ്യോളജിയിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് തേർഡ് യൂണിറ്റിൽ ന്യൂ ഇക്കണോമിക് സോഷ്യോളജി, അതിൽ കുറച്ചും കൂടി പോസ്റ്റ് മോഡേണിക് ആയിട്ട് അല്ലെങ്കിൽ മോഡേണിക് ആയിട്ട് എങ്ങനെയാണ് സോഷ്യോളജി അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് തേർഡ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നുള്ളത്. ആൻഡ് ബ്ലോക്ക് സെക്കൻഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച്, നമുക്കറിയാലോ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അല്ലെ. ഒന്ന് കൊടുത്ത് കൊടുത്തൊരു സാധനത്തിന്റെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള സംഭവങ്ങൾ നമ്മൾ തിരിച്ചു വാങ്ങിക്കുക. നമ്മളൊരു 100 രൂപ കൊടുക്കുമ്പോൾ ആ 100 രൂപയ്ക്ക് വാല്യൂ ഉള്ള ഒരു സാധനമായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക. സോ റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതേപോലെ എക്സ്ചേഞ്ച് ആൻഡ് മണി, നമ്മള് പണ്ടൊക്കെ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ട് നമ്മൾ ഫുള്ള് എന്തായി ഇപ്പം മണിയിലോട്ടേക്കും ബിറ്റ് കോയിൻസിലോട്ടേക്കും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിലോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ഏതൊക്കെ രീതിയിലാണ്, ഈവൻ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യോളജിയിൽ കുറെ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഒരു കല്യാണത്തിന് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നു ആൻഡ് ദ സെയിം തിങ് ദേ വിൽ എക്സ്പെക്ട് ബാക്ക് അല്ലെ. അപ്പോൾ ഭാവിയിൽ അവരുടെ ഒരു കുടുംബത്തിൽ കല്യാണം നടക്കുന്ന സമയത്ത് മേ ബി അത് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നമ്മുടെ സോഷ്യോളജിയിൽ നടന്നിട്ടുണ്ട്. സോ അതൊക്കെയാണ് യൂണിറ്റ് 5 ബ്ലോക്ക് 2 എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ആൻഡ് ബ്ലോക്ക് 3 എടുക്കുന്ന സമയത്ത് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, സർക്കുലേഷൻസ്, കൺസംഷൻസ് എങ്ങനെയാണ്, ഹണ്ടിങ്, ഗാദറിങ്, നമുക്കറിയാം അല്ലെ. ആ ഒരു ഫസ്റ്റ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ലിവിങ് സൊസൈറ്റിയുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ബൈ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു. അതിനുശേഷം ഒരു പാസ്റ്റോളിസ്റ്റിക് ആയിട്ടുള്ള, ഒരു ഹോർട്ടിക്കൾച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലോട്ടൊക്കെ നമ്മൾ ജമ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കന്നുകാലികളെ വളർത്തുകയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ മാറുന്നുണ്ട്. അതിനുശേഷം പെസന്റ് ഇക്കണോമി വരുന്നുണ്ട്, ക്യാപിറ്റലിസം വരുന്നുണ്ട്, സോഷ്യലിസം വരുന്നുണ്ട്. സോ സോഷ്യലിസം എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് ആയിട്ടാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഇതുവരെ നമ്മൾ എത്താൻ പറ്റാത്ത, പക്ഷെ നമുക്ക് ഏർജ് ഉണ്ട്, നമുക്ക് അതിലോട്ടേക്ക് എത്തണമെന്ന് നമ്മൾ ഏർജ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കാൾ മാർക്സ് ക്യാപിറ്റലിസം, സോഷ്യലിസം ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ് ഇപ്പൊ നമ്മൾ, ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നുള്ളത്. ആൻഡ് വെൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലോട്ടേക്ക് സോഷ്യലിസം മൂവ്മെന്റ്സിലോട്ടേക്കും സോഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ മാറിയേക്കാം എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ പറഞ്ഞു വെക്കുന്നുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 എടുക്കുന്ന സമയത്ത് സം കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇക്കണോമിക് സോഷ്യോളജി, സോഷ്യൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ഗ്ലോബലൈസേഷൻ എന്തൊക്കെയാണ്, അതിന്റെ അണ്ടറിൽ എങ്ങനെയാണ് നമ്മൾ അല്ലെ, നമ്മളൊരു ഉപയോഗിക്കുന്നു, ആ ഉപയോഗിച്ച സാധനത്തിന്റെ ആവശ്യം കഴിയുമ്പോൾ അത് കളയുന്നു, ആ ഒരു സിസ്റ്റത്തിലാണല്ലോ നമ്മളുള്ളത്. സോ ആ ഒരു രീതി എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കണ്ടംപററി ഗ്ലോബലൈസേഷൻ അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതൊക്കെയാണ് ബ്ലോക്ക് 4 പറയാൻ വേണ്ടി പോകുന്നുള്ളത്. ആൻഡ് പിന്നെ സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ട്, BSOC 109.
അതില് ഫസ്റ്റില് കുറച്ചും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് കിൻഷിപ്പ് സ്റ്റഡീസ് എന്തിനാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 1 പറയുന്നുള്ളത്. അതേപോലെ യൂണിറ്റ് 2 അതിന്റെ ബേസിക് കോൺസെപ്റ്റ് വാട്ട് ഈസ് കിൻഷിപ്പ്, അതേപോലെ റേസ്, എത്നിസിറ്റി, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 1 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. സെക്കൻഡ് ബ്ലോക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ കിൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യോളജിയിൽ ഏതൊക്കെ അപ്രോച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഡെസെന്റ് അപ്രോച്ച്, അലിയൻസ് അപ്രോച്ച്, കൾച്ചറൽ അപ്രോച്ച്, അതേപോലെ ബ്ലോക്ക് 3 എത്തുന്ന സമയത്ത് ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ്, ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ. അപ്പം നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററി ഒക്കെ ഈവൻ കേരളത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ക്രോസ് കൾച്ചറൽ മാരേജസ് ഒക്കെ എവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ റീഇമാജിനിങ് ഫാമിലീസ്, പണ്ട് ജോയിന്റ് ഫാമിലി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു. ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു. ഇപ്പൊ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എന്താ ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ പെറ്റ്സ് ഉള്ളതും ഒരു ഫാമിലിയാണ്. അതേപോലെ സിംഗിൾ പാരന്റ് ആയിട്ടുള്ള ഫാമിലിയാണ്, അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു ഇവാലുവേഷൻസ് എന്തായിരുന്നു, ആ ഒരു എവല്യൂഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് തേർഡ് ബ്ലോക്കിലാണ്. ആൻഡ് ഫോർത്ത് ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റേറ്റീവ് കിൻഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നുള്ളത്. പിന്നെ കിൻഷിപ്പും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പണ്ടൊക്കെ നമുക്കറിയാം ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, കേരളത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് ആരാരെ കല്യാണം കഴിക്കുന്നു, ആരാരെ കല്യാണം കഴിക്കാൻ വേണ്ടി പാടില്ല, ഒരു വീട്ടിൽ എത്ര പേര് കല്യാണം കഴിക്കണം എന്നൊക്കെ ഒരു കിൻഷിപ്പിന്റെ ബേസിലാണ് തീരുമാനിച്ചുകൊണ്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഒരു മലയാളത്തിലെ പണ്ടത്തെ സിനിമകളിലൊക്കെ അത് മനുമക്കത്തായ ൊക്കെ പറഞ്ഞു വെച്ച് പോകുന്നുണ്ട്. സോ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് പോപ്പുലേഷൻ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് യൂണിറ്റ് ലെവലിലാണ്. 12 എത്തുന്ന സമയത്ത് പോപ്പുലർ കൾച്ചർ ആൻഡ് റീഇമാജിനിങ് കിൻഷിപ്പ് എന്നൊരു കോൺസെപ്റ്റ് ആണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റ് ആണുള്ളത്. ബേസിക് കോൺസെപ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രേണീകരണം, അല്ലെ, ഏത് രീതിയിലാണ് സൊസൈറ്റിനെ ശ്രേണീകരിച്ചിട്ടുള്ളത്, ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്തിന്റെ പേരിൽ, അമ്മയുടെ പേരിലായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ബ്ലോക്ക് ഫസ്റ്റിലാണ്. സെക്കൻഡ് ബ്ലോക്ക് എത്തുന്ന സമയത്ത് മാർക്സിയൻ തിയറി എന്താണ്, വെബേറിയൻ തിയറി എന്താണ്, ഇതിലൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, മാർക്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി, എന്നാൽ പോലും മാർക്സിന്റെ ഒരു ശ്രേണീകരണം ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബൂർഷകളുണ്ട്, ബൂർഷ്വാസികളുണ്ട്, അതേപോലെ പെറ്റി ബൂർഷ്വാസികളുണ്ട്, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ലേവറി സിസ്റ്റത്തിന്റെ ഒരു കോൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള മാർക്സിയൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട്, മാർക്സിയൻ കോൺസെപ്റ്റിനെ പറ്റി പറയുന്നു. വെബേറിയന്റെ കോൺസെപ്റ്റിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര തരത്തിലുള്ള അതോറിറ്റി ഉണ്ട്, 3 തരത്തിൽ അതോറിറ്റി ഉണ്ട് എന്നൊക്കെ ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെബേറിയൻ തിയറിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് 5th യൂണിറ്റിൽ ഫങ്ഷണലിസ്റ്റ് തിയറി എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. 6th യൂണിറ്റിൽ ഇന്ററാക്ഷണൽ ആൻഡ് ആട്രിബ്യൂട്ടണൽ തിയറി എന്ന് പറയുന്നൊരു തിയറി കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതേപോലെ തേർഡ് ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് ഐഡന്റിറ്റീസ് ആൻഡ് ഇനീക്വാലിറ്റീസ്, കാസ്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റൽ ബ്രേക്ക് ഡൗൺ എന്താണ്, റേസും എത്നിസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ജെൻഡറിങ് ഇനീക്വാലിറ്റീസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ജെൻഡർ സോഷ്യോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഒന്ന് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എക്സാമിന് പഠിക്കാനും എഴുതാനും എളുപ്പമായിരിക്കും. അതേപോലെ 4th ബ്ലോക്കിൽ എഴുതുന്ന സമയത്ത് മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ, കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി, ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് മൊബിലിറ്റി, അതേപോലെ കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ, എന്താണ് കല്യാണം, എങ്ങനെ കഴിക്കണം, ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്, ആരെയാണ് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് അതൊക്കെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ബേസിലാണ്, അതൊക്കെ ഒരു പൊളിറ്റിക്സിന്റെ ബേസിലാണ് എന്നുള്ള കാര്യങ്ങളാണ് 4th ബ്ലോക്കിൽ പറഞ്ഞു വെക്കുന്നുള്ളത്. ആൻഡ് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളും എക്സാമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വാണി മാം, ഓവർ ടു യു. നെക്സ്റ്റ് നമ്മളപ്പം സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തു. അത്യാവശ്യം ഫസ്റ്റ് ഇയറിന്റെ കൂട്ടല്ല, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 10 സബ്ജക്റ്റോളം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരൂടെ ശ്രദ്ധ ഫസ്റ്റ് ഇയറിൽ കൊടുത്തതിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഇയറിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 10 സബ്ജക്റ്റ് വരുമ്പോൾ അതിന്റെ അസൈൻമെന്റ്സിന്റെ കൗണ്ടും അതേപോലെ തന്നെ 10 ആണ്, എക്സ്ട്രാ 3 കൂടെ വരികയാണ്. അപ്പൊ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം
പഠിച്ചു തുടങ്ങാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. പ്രോഗ്രാം കംപ്ലീഷനിൽ ഫസ്റ്റ് നമ്മളുടേത് അസൈൻമെന്റ് തന്നെയാണ്. അസൈൻമെന്റ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റിലാണ് നമ്മൾ എഴുതിയാണ് വെക്കുന്നത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഷോർട്ട് എസ്സേസും വരാറുണ്ട്. പിന്നെ ഉള്ള കാര്യങ്ങൾ അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒക്ടോബറിലും അതേപോലെ തന്നെ ഏപ്രിലുമാണ്. ഇപ്പൊ ജൂലൈ 24 സെക്കൻഡ് ഇയേഴ്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എക്സാം വരുന്ന അടുത്ത ജൂൺ ആണ്. അപ്പൊ അസൈൻമെന്റ് വെക്കേണ്ടത് ഏപ്രിൽ 30 ശേഷമാണ്. നിങ്ങൾക്കറിയാം ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് എല്ലാ സമയത്തും എക്സ്റ്റെൻഡ് ചെയ്യാറില്ല. ചില സമയത്ത് നമുക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ തന്നെ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ട. നമ്മൾ ഒരു ഏപ്രിൽ 30 മുമ്പായിട്ട് തന്നെ അസൈൻമെന്റ്സ് വെക്കാനായിട്ട് ശ്രമിക്കുക. അസൈൻമെന്റ്സ് വെക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഓർത്ത് തന്നെ ചെയ്യുക. അക്നോളജ്മെന്റ് റെസിപ്റ്റ് കൈപ്പറ്റുക. സ്റ്റഡി സെന്ററിൽ അക്നോളജ്മെന്റ് റെസിപ്റ്റ്, ഇപ്പൊ അക്നോളജ്മെന്റ് റെസിപ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, അതേപോലെ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിന്റെ കോഡ് എല്ലാം കൂടെ, അല്ല ഡേറ്റ്, ഏത് ദിവസമാണ് നിങ്ങൾ വെക്കുന്നത് ആ ഡേറ്റും സ്പെസിഫൈ ചെയ്തിട്ട് അവിടുത്തെ സ്റ്റഡി സെന്ററിൽ നിന്നും സൈനും സീലും കൈപ്പറ്റുക. അതേപോലെ തന്നെ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് നമുക്ക് ലഭ്യമാകാറില്ല. ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണം, അസൈൻമെന്റ്സിന്റെ കാര്യത്തിലല്ല, ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്താൽ ആൻസർ ഷീറ്റ് കിട്ടാറുണ്ട്. ടേം ആൻഡ് എക്സാമിനേഷൻ്റെത് കിട്ടും. പക്ഷെ അസൈൻമെന്റ്സിന്റെ നമുക്ക് അങ്ങനെ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് കിട്ടാറില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി പറയുന്നത് കിട്ടുമെന്നാണ്. അപ്പം ഡൗട്ട്സ് ഉള്ളവർക്ക് സ്റ്റഡി സെന്ററിൽ കണക്ട് ചെയ്താൽ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് കൈപ്പറ്റാവുന്നതാണ്. അസൈൻമെന്റ്സിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഡിഗ്രി സ്റ്റുഡൻസിന് 35% ആണ്. ഈവൻ നമ്മൾ ആ 35% നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫ്രഷ് ആയിട്ട് വരുന്ന അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ എഴുതി റീ അപ്പിയർ ചെയ്യുക, ഒന്നുകൂടെ എഴുതി സബ്മിറ്റ് ചെയ്യുക. അതിൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടേം എൻഡ് എക്സാമിനേഷൻ ആണ്. യൂണിവേഴ്സിറ്റി വർഷത്തിൽ 2 തവണയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ ഡിസംബർ എക്സാംസിന്റേത് എന്താണ് എക്സാം രജിസ്ട്രേഷന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഈവൻ ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും പേപ്പറിന് സീറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും പേപ്പർ നമുക്ക് നഷ്ടപ്പെടുകയോ ഫെയിൽ ആവുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ വന്നതോ, കാരണം ജൂണിൽ നമുക്ക് 2 ദിവസമൊക്കെ ഭാരത് ബന്ദ് ഒക്കെ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെൻഡിങ് പേപ്പേഴ്സ് എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഡിസംബറിലെ എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓൾമോസ്റ്റ് സെന്ററുകളിലെല്ലാം സീറ്റ് ഫില്ലായി വരികയാണ്. പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഫസ്റ്റ് ഇയറിന്റെ പേപ്പർ നിങ്ങൾക്ക് സ്റ്റിൽ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പർ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. ഒക്ടോബർ 6 വരെയാണ് ഡേറ്റ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ സെന്ററുകളിൽ സീറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് എഴുതാൻ പേപ്പറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ലേൺവേസിന്റെ കോർഡിനേറ്റേഴ്സിനെ കണക്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്ററെ കണക്ട് ചെയ്താൽ വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് അസൈൻമെന്റിന്റെ പോലെ തന്നെ 35% ആണ് പാസ് മാർക്ക് വേണ്ടത്. ആ മാർക്കിന്റെ കാര്യത്തിലും സ്റ്റിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മാർക്കിന്റെ റിസൾട്ട് ഇപ്പം എല്ലാവരുടെയും വന്നിട്ടുണ്ടാവും. 1 by 1 ആയിട്ടാണ് വരുന്നത്. എല്ലാ സബ്ജക്റ്റും ഒറ്റയടിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറില്ല യൂണിവേഴ്സിറ്റി, 1 by 1 ആയിട്ടാണ്. റീവാലുവേഷന് കൊടുക്കാനോ അല്ലെങ്കിൽ റീ അപ്പിയറിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്ററെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്. ഈവൻ നമുക്ക് 35% മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ അപ്പിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ഫൈനൽ സ്കോർ ആണ്. ഓരോ സബ്ജക്റ്റിന്റെയും ഫൈനൽ സ്കോർ ആണ് ഇവിടെ പറയുന്നത്. ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ ഔട്ട് ഓഫ് 100ൽ നമുക്ക് ഇത്ര സ്കോർ എന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അസൈൻമെന്റ്സിൽ നമുക്ക് എത്ര സ്കോർ ആണോ, 100ൽ എത്ര മാർക്കാണോ അസൈൻമെന്റ്സിന് കിട്ടുന്നത് അതിന്റെ 30%, അതേപോലെ തന്നെ ടേം എൻഡ് എക്സാമിനേഷന് 100ൽ എത്ര സ്കോർ ആണോ കിട്ടുന്നത് അതിന്റെ 70% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് മോഡേൺ ടൂൾസ് ഫോർ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ലേൺ ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സക്സസ്ഫുൾ ആയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ലേൺ ബേസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. എന്നാലും എഗെയിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾക്ക് ലേൺ ബേസിന്റെ ആപ്ലിക്കേഷനകത്ത് ലഭ്യമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അഡീഷണൽ സപ്പോർട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ലേൺ ബേസ് സ്റ്റുഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. നമ്മളുടെ ആപ്ലിക്കേഷനകത്ത് എല്ലാ സബ്ജക്റ്റിന്റെയും, ഇപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് 10 സബ്ജക്റ്റോളം വരുന്നുണ്ട്. നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ സോഷ്യോളജിയുടെ എല്ലാ സബ്ജക്ട്സിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമ്മൾ ലൈവ് റിവിഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. വിത്ത് മെന്റർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ലൈവ് റിവിഷൻസും ലേൺ ബൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വാല്യൂ ആഡഡ് നോട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹെൽപ്പ് ബുക്കും അതേപോലെ തന്നെ നമ്മുടെ EXG എക്സാം സ്പെഷ്യൽ ഗൈഡും ആണ്.
ഈ 2 കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക. HP എന്ന് പറഞ്ഞ് ഇപ്പൊ തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റ് വൈസ് ആണ് നമ്മൾ റെക്കോർഡഡ് വീഡിയോസും SLM-ഉം ഹെൽപ്പ് ബുക്കും തരുന്നത്. അതിനകത്ത് നമുക്ക് ആ ഒരു എൻടയർ പോർഷൻസ് കവർ ചെയ്യാൻ ടൈം ഇല്ല എങ്കിൽ HP മസ്റ്റായിട്ടും കവർ ചെയ്യുക. അതിനകത്ത് ഓരോ യൂണിറ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്നും അതിന്റെ ഒരു ഷോർട്ട് നോട്ട്സും ആണ് തന്നിട്ടുണ്ടാവുക. പിന്നെ HP പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സാമിന് എഴുതേണ്ട എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് നോട്ട്സ് അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ്. എക്സാം പീഡിയ അല്ലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിരിക്കും. HB എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ എക്സാം സ്പെഷ്യൽ ഗൈഡിനകത്തും അല്ലെ എക്സാം പീഡിയക്കകത്തും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആണ്. സെക്കൻഡ് ഇയറിലെ അസൈൻമെന്റ്സിന്റെ എല്ലാം ഗൈഡ് ബുക്ക് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. നിങ്ങളത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കുക. നമുക്ക് അസൈൻമെന്റ്സിന്റെ വാലിഡിറ്റി നോക്കുമ്പോൾ നെക്സ്റ്റ് ഏപ്രിൽ വരെ വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. 2 രീതിയിലാണ്. നമ്മൾ BA സോഷ്യോളജി സെക്കൻഡ് ഇയേഴ്സ് ജൂലൈ 24 അല്ലെങ്കിൽ ജൂലൈ 25 എന്ന് പറഞ്ഞ് വാലിഡിറ്റിയോടെ വന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ഏപ്രിൽ വരെ വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻസോ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഗൈഡ് ബുക്ക് ചെക്ക് ചെയ്യുക. അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് കൂടുതലായിട്ട് ലേണേഴ്സ് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് PYQ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ PYQ-നകത്ത് ഏത് ബ്ലോക്ക് ആണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്, കൂടാതെ തന്നെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ-വിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിനും നമ്മൾ തരുന്നുണ്ടായിരിക്കും. മെയിൻ ആയിട്ട് തന്നെ കോർ പേപ്പറിനെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ IGNOU മോഡൽ എക്സാം നമ്മൾ വർഷത്തിൽ നിങ്ങളുടെ ഓരോ എക്സാം ബേസ്ഡ് ആയിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബാച്ചിലും ഉള്ള സ്റ്റുഡൻസിന് ഏതെങ്കിലും ഒരു പേപ്പർ, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 10 പേപ്പർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ടായിരിക്കും നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അതേ ഫീച്ചറിൽ തന്നെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ എക്സാം ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ് മോഡൽ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ പ്രാവശ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള IGNOU എക്സാം ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇപ്പൊ നമ്മുടെ എന്താണ് എക്സാമിന് രജിസ്റ്റർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിലോ നമ്മുടെ ID കാർഡ് അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നിങ്ങൾക്കറിയാം, ലാംഗ്വേജ് നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ഫാക്ടറാണ്. നമുക്ക് ഇപ്പൊ ഈ സോഷ്യോളജിയിലുള്ള പല സ്റ്റുഡൻസും പറയുന്നുണ്ട് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ മസ്റ്റായിട്ടും ഇവിടെ വീഡിയോസ് കാണേണ്ടതാണ്. നമുക്കൊരു ബേസ് തൊട്ട് ഒരു അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ ഒരു EPയുടെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ലാംഗ്വേജിന്റെ ആപ്ലിക്കേഷനകത്ത് അത് നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്റെ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി കോഴ്സ് ആണ്. അഡീഷണൽ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചാർജ് ചെയ്യാതെ കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ കോ കരിക്കുലർ ഇവന്റ്സ് ആണ്. അപ്പം പഠിത്തമല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണ് മൈൻഡ് ഫ്രഷ് അപ്പ് ആകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഈവെന്റ്സ് ഇപ്പം നമ്മൾ ഫെസ്റ്റിവൽ ഒക്കെ വന്നാലും ശരി, എല്ലാം നമ്മൾ വളരെ വിർച്വൽ ആയിട്ടാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഈവെന്റ്സും കണ്ടക്ട് ചെയ്യാനുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ്. ആഫ്റ്റർ സോഷ്യോളജി നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഓറിയന്റേഷൻ പ്രോഗ്രാമിനകത്ത് ആഫ്റ്റർ സോഷ്യോളജി കഴിഞ്ഞിട്ട് നമുക്ക് കരിയറിൽ എന്തെല്ലാം കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എന്തെല്ലാം ചാൻസസ് ആണ്, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ള രീതിയിലുള്ള സെഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അതുപോലെയുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് Q&A ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് പേപ്പർ തരുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് അവരെ പ്രൊവൈഡ് ചെയ്യത്തില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പേപ്പറും തരത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്താണ് മാർവാനീസിലാണ് സബ്മിറ്റ് ചെയ്തത്. കാരണം സബ്മിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു പേപ്പറും തന്നിട്ടില്ല. അതിൽ ഒന്നും സൈൻ ചെയ്ത് തരാൻ അവർ തയ്യാറല്ല. മാർവാനീസിൽ തരത്തില്ല. ഞാൻ പറയാൻ മാർവാനീസിൽ തരില്ല.
അതാ ഞാൻ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു എല്ലായിടത്തും ഉണ്ട്, എനിക്ക് കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല, അതോ ചോദിച്ചത്. മാർവാനീസിലും ഇല്ല, കൊല്ലം SN കോളേജിലും ഇല്ല കേട്ടോ. കൊല്ലം SN കോളേജിൽ അവിടെ ഒരു ഡയറി ഉണ്ട്, ഒരു ബുക്ക്. ഡയറി എന്ന് പറയാനൊക്കത്തില്ല, ഒരു ബുക്കാണ്. ചിലപ്പം രജിസ്റ്റർ ആയിരിക്കും, ഓരോ സമയത്ത് ഓരോന്നാണ് അവർ വെക്കുന്നത്. അതിനകത്ത് നമ്മളുടെ ഡേറ്റും നമ്മളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, സബ്മിറ്റ് ചെയ്ത സബ്ജക്റ്റിന്റെ പേരും ടൈറ്റിലും കോഡും ടൈപ്പ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാം അതിന്റെ. അല്ലാതെ അവര് ഇതുവരെ തരത്തില്ല. ഫോട്ടോ എടുക്കാനും സമ്മതിച്ചിട്ടില്ല. ഫോട്ടോ മാർവാനീസിൽ സമ്മതിക്കില്ല. മാർവാനീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാർവാനീസും അതേപോലെ തന്നെ ബാക്കി കോളേജുകളെല്ലാം തന്നെ റെസിപ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്പൊ റീജിയണൽ സെന്ററിൽ നിന്നാണെങ്കിൽ പോലും റെസിപ്റ്റ് കൊടുക്കും, മാർവാനീസിൽ തരാറില്ല. അവര് ഇങ്ങനെ തന്നെ പറയും, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്നുള്ള രീതിയിലും പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സ് പറയുന്നതേ ചെയ്യാവൂ. അസൈൻമെന്റിന്റെ കാര്യത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ആണ്. കാരണം നമ്മുടെ മാർക്ക് അവിടെ പോകരുത്. അപ്പൊ ഒഫൻറ്റീവ് ആയിട്ട് ഒന്നും നമ്മൾ പറയാൻ പോകണ്ട. അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇനി വരിക എന്നുള്ളതാണ്. മാർവാനീസിൽ തരില്ല. ബാക്കിയുള്ള കോളേജിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അക്നോളേജ്മെന്റ് റെസിപ്റ്റ് MES കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഒരു 3 രൂപയും കണ്ടാണ് ഒരെണ്ണത്തിന് വരുന്നത്. അത് അവിടെ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് അവിടെ നിർബന്ധമുണ്ട്. ചിലടത്ത് അതിന്റെ ആവശ്യമില്ല. JDTയിൽ അവർ തന്നെ അവരുടെ ഗ്രൂപ്പിനകത്ത് കൊടുക്കാറുണ്ട് ഈ അക്നോളേജ്മെന്റ് റെസിപ്റ്റിന്റെ ഒരു ഫോർമാറ്റ്. പിന്നെ ചിലടത്ത് ഇപ്പം കേരളവർമ്മയിലൊക്കെ ആണെങ്കിൽ ഒന്നും വേണമെന്നില്ല, നമ്മളൊരു A4 ഷീറ്റ് പേപ്പറിനകത്ത് എഴുതി കൊടുത്താലും മതി, അവര് സൈൻ ഇട്ട് തരും. മാർവാനീസിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. പിന്നെ തിരുവനന്തപുരത്തുള്ള SN കോളേജിൽ ഫോട്ടോ എടുത്തിട്ട് വരാം. അവിടെ റെസിപ്റ്റ് കൈ തരത്തില്ല, റെക്കോർഡിന്റെ ഫോട്ടോ എടുക്കും. ഓക്കെ മാം. അതുപോലെ അസൈൻമെന്റ് ഇതായിട്ടുണ്ടോ? അത് ഇല്ല, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നതേ ഉള്ളൂ. വാലിഡിറ്റി വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഏപ്രിൽ വരെ വാലിഡിറ്റി ഉള്ളത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എപ്പോഴും സ്റ്റഡി സെന്റേഴ്സ് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെന്നാണ്. ഇപ്പൊ നമുക്കിപ്പം ജൂലൈ 25 സെക്കൻഡ് ഇയേഴ്സിന് വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും അവര് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, പുതിയ ക്വസ്റ്റ്യൻ വരുമോ എന്ന് നോക്കട്ടെ. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പോയി അന്വേഷിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, പുതിയ ക്വസ്റ്റ്യൻസ് വരട്ടെ. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വെയിറ്റ് ചെയ്യ്, ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, എന്നിട്ട് നിങ്ങൾ എഴുതി തുടങ്ങിയാൽ മതി എന്നാ പറയുന്നത്. അതിനനുസരിച്ച് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ മെന്റർ അറിയിക്കും. ഓക്കെ മാം, താങ്ക് യു. Once again, thank you all for joining this session. അപ്പൊ പഠിച്ചു തുടങ്ങിക്കോളുക. ഇനിയിപ്പോ ലൈവ് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. 10 സബ്ജക്ട് ഉണ്ട്. അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഇയറിന്റെ കൂടെ അല്ല, സെക്കൻഡ് ഇയറിലേക്ക് ഇച്ചിരി സബ്ജക്ട് ലിസ്റ്റ് കൂടുതലാണ്, പഠിക്കാൻ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം സമയം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. എഗെയിൻ നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ പെൻഡിങ് ഉണ്ടെങ്കിൽ ഡിസംബറിൽ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.